ഹായ് ഫ്രണ്ട്സ്, മേക്ക്മൈറെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചായയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളതും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ എടുത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുക. എന്നിട്ട് നമുക്ക് ഒരു ബീറ്ററോ എന്തെങ്കിലും ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ച് നമുക്ക് മുട്ടയും ഈ പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ പഞ്ചസാര നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് അലുത്ത് വരണം, അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്കായും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി പൊടിച്ചതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ വറുത്തിട്ടൊന്നുമില്ല, നമുക്ക് വറുത്ത റവ എന്ന് പറഞ്ഞാലോ നമുക്ക് കിട്ടുന്നത്, അതാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർക്കുന്നത് നിർബന്ധമൊന്നുമില്ല, അതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം, മൈദ അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരു 2 കൈപ്പിടിയോളം തേങ്ങ ചിരകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മുട്ടയായിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം മുട്ടയായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൈ യൂസ് ചെയ്ത് നന്നായിട്ട് ഈ റവയൊന്ന് തിരുമ്മി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കയ്യിൽ അല്പം ഓയിൽ തടവിയിട്ട് നമുക്കിത് ഓരോ ബോൾസ് ആക്കി നമുക്ക് എടുക്കാം. ബോൾസ് ആക്കി എടുക്കുന്ന ടൈമിൽ നമ്മൾ നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് നല്ല ബോൾസ് ആക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലങ്ങ് വെച്ച് പരത്തുമ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ അത് കാരണം നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് അങ്ങ് എടുക്കണം. ബോളും ആ എഗ്ഗും അങ്ങ് നന്നായിട്ട് ബൈൻഡ് ആകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കൈയുടെ ഉള്ളിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തത് പരത്തി ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഒരുപാടങ്ങ് വലുപ്പത്തിൽ ഉണ്ടാക്കണ്ട, അപ്പോൾ അന്നേരം ഉള്ളൊക്കെ വേവാനായിട്ട് താമസം വരും. ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു ഷേപ്പിലങ്ങ് ആക്കിയെടുത്താൽ മതി. നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ ഇത് പൊട്ടി പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ അതങ്ങനെ എണ്ണയിലേക്ക് ഇടുന്ന ടൈമിൽ അത് പൊട്ടി പോകുമൊന്നുമില്ല. അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വറുത്ത് കോരി എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബോളാക്കി ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞല്ലോ നമ്മളങ്ങ് പരത്തുമ്പോഴത്തേക്കും അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്തിട്ട് ശരിയാക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരത്തില്ല. ഇനി നമുക്ക് ഇത് എല്ലാം ഒന്ന് ഇതുപോലെ ബോൾ ഇങ്ങനെ പരത്തി ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് കുറഞ്ഞ ചേരുവ യൂസ് ചെയ്ത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ചായയുടെ ഒരു കടിയാണ്. ഇനി ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ബോൾസാക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ തീ കുറച്ച് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടുന്ന വഴി തന്നെ ആ പുറം ഭാഗം അങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. നമുക്ക് പുറം നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ വരുകയും വേണം, പക്ഷേ ഉള്ളിൽ നന്നായിട്ട് നമുക്ക് വേവുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് തീ നന്നായിട്ട് അങ്ങ് കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് സമയമൊന്നും നമുക്കിതിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, റവയല്ലേ, അത് കാരണം പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, നല്ലൊരു കളറാണ് ഇതിന്.
ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇടുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ക്രൗഡി ആയിട്ട് ഇടണ്ട. അപ്പോൾ നമുക്ക് തിരിച്ചൊക്കെ ഇടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. കുറച്ച് സ്പേസ് അങ്ങ് ഇട്ടിട്ട് കൊടിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ തിരിച്ചൊക്കെ ഇടാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് 2 സൈഡ് നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഓരോന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇത് കണ്ടില്ലേ, ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണിത്. അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെയാണ്. നമുക്ക് ചായയുടെയൊക്കെ കൂടെ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റ്